എടാ മക്കളെ, വെൽക്കം ടു എജുപോർട്ട്. എജുപോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കിടിലൻ ഷുവർ ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഷുവർ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഷുവർ ടോപ്പിക്കാണ്. ഒരു പക്ഷേ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അറിയുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഈ വീഡിയോ എടുത്ത് കണ്ട് സ്കിപ്പ് ചെയ്ത് തടി തപ്പണ്ട. ഇതൊന്നും കൂടി ഉഷാറായിട്ട് പഠിച്ചു എന്ന് കരുതിയിട്ട് ഒന്നും നഷ്ടപ്പെടാനൊന്നും പോണില്ല. 4 മിനിറ്റേ ഞാൻ ചോദിക്കുന്നുള്ളൂ. വളരെ സിമ്പിളാണ്. പിടിച്ചോളി. വൈറ്റൽ കപ്പാസിറ്റി ആൻഡ് ടൈഡൽ വോളിയം കണ്ടില്ലേ? ഓക്കെ, അത്ര കണ്ടാൽ മതി. നന്ദി വരും. എന്താണ് വൈറ്റൽ കപ്പാസിറ്റി, എന്താണ് ടൈഡൽ വോളിയം? 2 മാർക്കിൻ്റെ ചോദ്യമാണ്. 2 മാർക്കുള്ളൂ എന്ന് കരുതി കണ്ട് പിന്നെയും ഞാൻ പറയുന്നു, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ചിലപ്പോൾ ഈ 2 മാർക്കിനായിരിക്കും നിങ്ങൾ പല ആളുകളും ചിലപ്പോൾ പരീക്ഷയ്ക്ക് തോൽക്കുക. ചില ആളുകൾക്ക് ഈ 2 മാർക്കിനേക്കാരെ A+ നഷ്ടപ്പെടാം. ചില ആൾക്കാർക്ക് ഈ 2 മാർക്ക് കൊണ്ടേക്കാരെ ഫുൾ മാർക്ക് നഷ്ടപ്പെടാം. മതി, ഓക്കെ, നിർത്തി എന്നാകട്ടെ. അപ്പോൾ എന്താണ് വൈറ്റൽ കപ്പാസിറ്റി, എന്താ ടൈഡൽ വോളിയം എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ മുത്തുമണികളെ. അതായത് എന്താ ടൈഡൽ വോളിയം എന്ന് ചോദിച്ചാൽ ഇത്രയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്, നിങ്ങളും ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ക്ലാസ്സൊക്കെ കൊണ്ട് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, സംഭവം ശരിയാണ്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ശ്വസിക്കുന്നുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോൾ ശ്വസിക്കുന്നുണ്ട്, നമ്മൾ ഇരിക്കുമ്പോൾ ശ്വസിക്കുന്നുണ്ട്, തിന്നുമ്പോൾ ശ്വസിക്കുന്നുണ്ട്, കുടിക്കുമ്പോൾ ശ്വസിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ നോർമലി നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഒരു എയറിൻ്റെ ഒരു വോളിയം ഉണ്ടാവില്ലേ? അങ്ങനെ എപ്പോഴും ഇങ്ങനെ വോളിയം ഓഫ് എയർ ഇങ്ങനെ ഉള്ളിലോട്ട് എടുക്കണില്ലേ? ആ വോളിയം ഓഫ് എയർ നോർമലി നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഉള്ളിലോട്ട് എടുക്കുന്ന ആ എയറിൻ്റെ അളവാണ് എന്തറിയോ? ടൈഡൽ വോളിയം. ആ എയറിൻ്റെ വോളിയമാണ് എന്ത്? ടൈഡൽ വോളിയം. സിമ്പിളാടാ. ഒരു സാധാരണ അങ്ങനെ പോയാലോ? ഒരു സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു സാധാരണ നിശ്വാസത്തിലൂടെ പുറത്തേക്ക് ഒഴിവാക്കുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവാണെന്ത്? ടൈഡൽ വോളിയം. അതായത് നമ്മൾ വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, പുറത്തേക്ക് ഒഴിവാക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതോ അല്ലെങ്കിൽ പുറത്തേക്ക് ഒഴിവാക്കുന്നതോ ആയ വായുവിൻ്റെ അളവാണെന്ത്? ടൈഡൽ വോളിയം. ദ വോളിയം ഓഫ് എയർ ഈസ് ദ വോളിയം ഓഫ് എയർ വി ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് ഡ്യൂറിങ് നോർമൽ ബ്രീത്തിങ്ങിൽ ബ്രീത്ത് ഇൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതോ ആയ വോളിയം ഓഫ് എയർ ആണെന്ത്? ടൈഡൽ വോളിയം. അത് ഏകദേശം 1/2 ലിറ്റർ വരും. എത്ര ലിറ്റർ വരും? 1/2 ലിറ്റർ. എവിടെ പോയി? 500 ml എന്ന് പറയുകയാണെങ്കിൽ ആരും തെറ്റിദ്ധരിക്കേണ്ട. അത് എത്ര ലിറ്ററാണ്? 1/2 ലിറ്റർ. ഓക്കെ, അതാണ് വൈറ്റൽ കപ്പാസിറ്റി, ടൈഡൽ വോളിയം. എങ്കിൽ എന്താണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, നോർമലി നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നതാണ് ടൈഡൽ വോളിയം. എന്നാൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്തു? ഇൻസ്പിരേഷൻ നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ 1/2 ലിറ്ററാണ് ഉള്ളിലോട്ട് കയറുക? അല്ല, അത്യാവശ്യം നല്ല എമൗണ്ട് ഓഫ് വോളിയം ഉള്ളിലോട്ട് കയറും. എന്നിട്ട് നമ്മൾ പുറത്തേക്കൊണ്ട് ഒഴിവാക്കുക. ജലദോഷമുള്ളവർ ചെയ്യരുത്. നല്ല ഉച്ഛ്വാസം എടുത്തിട്ട് പിന്നെ നല്ലോണം എന്ത് ചെയ്യുക? ഗാഢമായിട്ട് നിശ്വസിക്കുക. മാക്സിമം ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ നടത്തിയിട്ട് മാക്സിമം ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ നടത്തുമ്പോൾ അപ്പോൾ കുറച്ച് വോളിയം പുറത്തേക്ക് പോകുന്നുണ്ട്, കുറച്ച് വോളിയം ഓഫ് എയർ പുറത്തേക്ക് പോകുന്നുണ്ട്. ആ എയർ ആണെന്ത്? വൈറ്റൽ കപ്പാസിറ്റി. ആ വോളിയം ഓഫ് എയർ ആണ് വൈറ്റൽ കപ്പാസിറ്റി. ശ്രദ്ധിച്ചോളൂ. ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ, നല്ല ശക്തിയായിട്ട് നിശ്വസിക്കുമ്പോൾ പുറത്തു പോകുന്ന പരമാവധി വായുവിൻ്റെ അളവാണെന്ത്? വൈറ്റൽ കപ്പാസിറ്റി. ഓക്കെ, ഈ വൈറ്റൽ കപ്പാസിറ്റി നല്ലുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും നല്ല പവർ ഉണ്ടാവും, സ്വാഭാവികം. ഓക്കെ, ഏകദേശം പുരുഷനിൽ ഇത് 4.5 ലിറ്ററും സ്ത്രീകളിൽ ഇത് 3 ലിറ്ററുമാണ്. അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ഒന്നും കൂടിയും കപ്പാസിറ്റി കൂടുതൽ. ഓക്കെ, ഇത് ഫിസിക്കൽ കപ്പാസിറ്റി. ഇംഗ്ലീഷ് വെറുതെ ഒന്ന് നോക്കാം. എന്താണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് ചോദിച്ചാൽ, ഈസ് ദ വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ബ്രീത്ത്ഡ് ഔട്ട്. നമ്മൾ പുറത്തേക്ക് ഒഴിവാക്കുന്ന എന്താണ്? വോളിയം ഓഫ് എയർ. എങ്ങനെ? ബൈ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. ഫോഴ്സ്ഫുള്ളി നമ്മൾ പുറത്തേക്ക് ഒഴിവാക്കുന്ന വോളിയം ഓഫ് എയർ. എന്തിന് ശേഷം? ആദ്യം മാക്സിമം ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ എടുത്തതിന് ശേഷം മാക്സിമം ഫോഴ്സ്ഫുൾ എന്താണ്? എക്സ്പിരേഷനിലൂടെ പുറത്തേക്ക് ഒഴിവാക്കുന്ന വായുവിൻ്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി. അപ്പോൾ മാക്സിമം ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷന് ശേഷം നമ്മൾ ഒഴിവാക്കുന്ന മാക്സിമം ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ വോളിയം ഓഫ് എയറിൻ്റെ അളവാണെന്ത്? വൈറ്റൽ കപ്പാസിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു, പുരുഷനിൽ ഇത് 4.5 ലിറ്ററാണ്, സ്ത്രീകളിൽ ഇത് 3 ലിറ്ററാണ്. പുരുഷനിൽ എത്ര ലിറ്ററാണ്? 4.5 ലിറ്റർ. സ്ത്രീകളിൽ എത്ര ലിറ്ററാണ്? 3 ലിറ്റർ. എത്ര ലിറ്ററാണ്? 3 ലിറ്റർ. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ വ്യക്തവും കൃത്യവും സ്പഷ്ടവുമായിട്ട് പഠിച്ചു വെക്കണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാരണവശാലും മാറരുത്. പിന്നെ ഇത് ഞാൻ വെറുതെ ഒരു ചിത്രം സൂചിപ്പിച്ചു എന്നുള്ളൂ. അത്യാവശ്യം സ്വാഭാവികമായിട്ടും നല്ല വൈറ്റൽ കപ്പാസിറ്റി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എനർജി കിട്ടും. അതിനാണ് CR7 ഫ്രീ കിക്ക് ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി ഇൻസ്പിരേഷൻ ചെയ്യുന്നത്. ഇത് മൈക്കൽ ഫെലിപ്സ്. അറിയാത്ത പിള്ളേരുണ്ടാവും. ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തിത്വമാണ് ആര്? മൈക്കൽ ഫിലിപ്സ് നീന്താൻ ഒരുങ്ങുമ്പോഴും ഇങ്ങനെ മാക്സിമം ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ എടുക്കലുണ്ട്. ഇവർക്കൊക്കെ വൈറ്റൽ കപ്പാസിറ്റി കൂടുതലാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവർക്ക്
പവർ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. ഇത് കിടിലനായിട്ട് കിണ്ണമായിട്ട് ഉഷാറായിട്ട് പഠിക്കുക. അങ്ങനെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പ്, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് ഷുവർ ടോപ്പിക്കിൻ്റെയും ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷുവർ ടോപ്പിക്കും ഷുവർ ക്വസ്റ്റ്യൻസും വീഡിയോ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. ആ ഒരു 5 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉഷാറായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്യരുത്, അടിപൊളിയായിട്ട് കിടിലനായിട്ട് പഠിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.